വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീൻ സസ്പെൻഷൻ. കെ നാരായണനെയാണ് സസ്പെൻഡ് ചെയ്ത്. ട്യൂട്ടറെയും സി സസ്പെൻഡ് ചെയ്തു. സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ 4 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള പരിക്കുകളും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഉരഞ്ഞ പാടുകൾ എന്ന നിലയിലാണ് ഈ പരിക്കുകൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 പരിക്കുകളും ഉണങ്ങി കറുത്ത് പൊറ്റ പിടിച്ച നിലയിലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡീനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സിക്ക് കൊടുത്ത മറുപടി തൃപ്തികരമല്ല എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു സസ്പെൻഷൻ നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോഴും പറയുന്നുണ്ട് ഇവരെ പ്രതി ചേർക്കണമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ആവശ്യപ്പെടുന്നത്. ഏറെ വൈകിയാണെങ്കിലും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അത് മാതൃകാപരമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഈ വിഷയത്തിലൊക്കെ നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് പിന്നീട് സിയെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗവർണർ നേരിട്ട് ഇടപെട്ട് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇവരിൽ നിന്ന് നേരിട്ട് സി വിശദീകരണം ചോദിച്ചിരുന്നു. ഇവർ നൽകിയിരുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഡീൻ പറഞ്ഞത് താൻ ഇത് അറിഞ്ഞ ഘട്ടം മുതൽ, ഈ സംഭവം ഉണ്ടാകുന്ന ഘട്ടം മുതൽ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കടക്കം പോയിട്ടുണ്ട്, അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഒരു മാനസിക നില, അവർക്ക് മനോവിഷമം ഉണ്ടാകുന്ന, അവർക്കൊരു പിന്തുണയുമായിട്ടൊക്കെ താൻ നിന്നിരുന്നു എന്നൊക്കെയാണ് ഡീൻ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഈ അസിസ്റ്റന്റ് വാർഡൻ കാർനാഥന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, താൻ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, മറ്റൊരു പരിപാടിക്ക് പോരുന്നതാണ്. പക്ഷേ ഫോൺ വഴിയാണ് വിഷയം അറിഞ്ഞത്. വിഷയം അറിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതുമാണ് ഇവർ രണ്ടുപേരും നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 വിശദീകരണങ്ങളും തൃപ്തികരമല്ല എന്ന് സി പറയുന്നു. അതിനുശേഷമാണ് രണ്ടുപേർക്കെതിരെയും ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ തൃപ്തികരമല്ലാത്ത വിശദീകരണം നൽകുന്നതിനപ്പുറത്തേക്ക് ഇവർ സ്ഥാനങ്ങളിൽ തുടർന്നാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സി ഈ കാര്യത്തിൽ തൻ്റെ ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്ന ആ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഏറെ വൈകിയാണെങ്കിലും അതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വിഷയത്തിൽ ഡീനിൻ്റെ അടക്കം വാദങ്ങൾ നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പൊളിച്ചതാണ്. ഈ വിവരം അറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ താൻ മരിച്ച സിദ്ധാർത്ഥൻ്റെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ള സിയുടെ വാദമൊക്കെ തെറ്റാണെന്ന് പിന്നീട് ആംബുലൻസ് ഡ്രൈവറുടെ അടക്കം വെളിപ്പെടുത്തലിലൂടെ ജനൻ TV പൊളിച്ച ഒരു വാദമുണ്ട്. അപ്പോൾ കൃത്യമായി ഡീന് ഇക്കാര്യത്തിൽ കുറേയധികം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഡീനെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഡീനും ഈ പറഞ്ഞ ഈ അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള കാന്തനാഥനും അറിവുണ്ടായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ സംഘടനകളടക്കം ഉന്നയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ കുടുംബം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പലയിടത്തു നിന്നും, ഡീനെ അടക്കമുള്ളവരെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പലയിടത്തു നിന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഡീനിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഡീനിനും ഈ അസിസ്റ്റന്റ് വാർഡനുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ കൂടുതൽ ശക്തമായ നടപടികളോ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാരണം സിദ്ധാർത്ഥിനെ നേരത്തെയും മർദ്ദിച്ചിരുന്നതിനുള്ള തെളിവുകളടക്കമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂരമായ മർദ്ദനങ്ങൾ ഈ 14-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ ഏറ്റതിനു പുറമെ, 16-ാം തീയതി വരെ ഏറ്റതിനു പുറമെ മുൻപും സിദ്ധാർത്ഥിനെ ഈ തരത്തിൽ SFI പ്രവർത്തകർ ആക്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തെളിയിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ 4 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള ചില പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് റിപ്പോർട്ടിലെ 9, 10, 13, 16, 18 എന്നീ നമ്പറുകളുള്ള 5 പരിക്കുകൾക്കാണ് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സ്വീകരണം എത്തിയിരിക്കുന്നത്. 4 ദിവസത്തേക്കാൾ കൂടുതൽ പഴക്കമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് അബ്രേഷൻ അഥവാ ഉരഞ്ഞ പോലെയുള്ള സ്ഥിതിയിലുള്ള പാടുകളാണ്. ഈ പാടുകൾക്കാണ് ഇത്രയധികം പഴക്കം കണക്കാക്കുന്നത്. ഈ പഴക്കം കണക്കാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുറിവുകളോ ഉരഞ്ഞ പാടുകളോ മറ്റോ ഉണ്ടാകുന്ന സമയത്ത് ഇത് പൊറ്റ പിടിച്ച പിന്നീട് ആ പൊറ്റ ഇളകിപ്പോയി അങ്ങനെയാണ് ആ മുറിവ് പൂർണ്ണമായി ഉണങ്ങി മാറുക. ഈ 5 പരിക്കുകളുടെ കാര്യത്തിൽ നിലവിൽ അവ പൊറ്റ പിടിച്ച കറുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് 5 ദിവസത്തിലും 5 ദിവസം മുതൽ 7 ദിവസം വരെയുള്ള പരിക്കുകളാണ് ഇങ്ങനെ കറുത്ത് പൊറ്റ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അതിൽ കുറവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു ചുവപ്പ് കലർന്ന ബ്രൗണിഷ് നിറത്തിലായിരിക്കും ഈ പരിക്കുകൾ ഉണ്ടാകുക. അപ്പോൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിലെ ആകെ മൊത്തമുള്ള 18 പരിക്കുകളിൽ പലതും ഈ റെഡിഷ് ബ്രൗണിഷ് രീതിയിലുള്ളതാണ്. പക്ഷെ എന്നാൽ ഈ 5 പരിക്കുകൾ അത് കൃത്യമായി 5 മുതൽ 7 ദിവസം വരെ പഴക്കമുണ്ട്. അപ്പോൾ ഈ പരിക്കുകൾ ഈ നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, സിദ്ധാർത്ഥൻ മരിച്ച ദിവസം, അതിന് മുൻപുള്ള 3 ദിവസങ്ങൾ, ഈ സമയത്താണ് സിദ്ധാർത്ഥന് ഇത്തരത്തിലുള്ള മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും ഒക്കെ നേരിടേണ്ടി വന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് മുൻപേ ഉള്ള ഈ പരിക്കുകൾ, ഈ ഉയർന്ന അവസ്ഥയിലുള്ള ഈ പരിക്കുകൾ, എന്താണ് അതിന് കാരണമായി
കാരണമായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു സിദ്ധാർത്ഥന് ഇതിന് മുൻപും മർദ്ദനമേറ്റിട്ടുന്നോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ഈ പരിക്കുകൾ ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ഒരു അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഈ 18 പ്രതികളുമായി ബന്ധപ്പെട്ട് ഈ 3 ദിവസത്തെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ 16-ാം തീയതി മുതലുള്ള ദിവസങ്ങളിലേക്കുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടന്നു പോകുന്നത്. പക്ഷേ ഈ പരിക്കുകളുടെ സാന്നിധ്യം, ഈ 5 പരിക്കുകളുടെ സാന്നിധ്യം അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഈ രീതിയിൽ എന്തെങ്കിലും സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിരുന്നോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പരിക്കുകൾ പറ്റിയതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ട അന്വേഷണത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ വിവാദമായേക്കാവുന്ന കേസുകളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ ഒരു മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ വ്യക്തമായ പരിശോധനകളും നടത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും സിദ്ധാർത്ഥത്തിന്റെ മരണത്തിൽ സിദ്ധാർത്ഥന് നേരത്തെയും പരിക്കുകൾ ഏറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഒടുവിൽ സർവകലാശാല നടപടിയെടുത്തിരിക്കുകയാണ്. ഡീനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്തു. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.